ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അപർണ. JLT പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഒക്ടോബർ 1-നാണ് പരീക്ഷ. ഇനി നമുക്ക് മുന്നിലുള്ളത് വെറും 60 ദിവസങ്ങൾ മാത്രം. പ്രോപ്പറായി സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു കറക്റ്റ് ടൈം ടേബിളിലൂടെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത്തവണത്തെ JLT ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോപ്പർ പാത്ത് തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ JLT ഹിന്ദി 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടൈം ടേബിൾ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഡേ 1 നമ്മൾ ജനറൽ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, അസംബ്ലി ആൻഡ് ബോറോഡ് ഫീച്ചേഴ്സ് ആണ് അതിന്റെ ഉള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. ഹിന്ദിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദികാൽ, ഭക്തികാൽ അപ് ടു സൂഫി കാവ്യ. അത് നമ്മൾ പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൂഫി കാവ്യ പാർട്ട് 1 and 2 ആണ് നമ്മൾ ഡേ 1 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഡേ 2 ജനറൽ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹിന്ദിയിൽ ആദികാൽ, ഭക്തികാവ്യ അപ് ടു സൂഫി കാവ്യ പാർട്ട് 3 and 4 പാർട്ടായിട്ടാണ് നമ്മൾ സൂഫി കാവ്യ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഡേ 3 ജനറൽ പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതും നമ്മൾ പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 and 2. ഹിന്ദി നമ്മൾ സഗുണ രാമഭക്തിയാണ് 3-ാമത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 4 ജനറൽ പേപ്പറിൽ നമ്മൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ തുടങ്ങിയ മേഖലകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഹിന്ദിയിൽ സഗുണഭക്തി, കൃഷ്ണഭക്തിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡേ 5 ജനറൽ പേപ്പർ പാർലമെന്റ് നമ്മൾ പാർട്ടായിട്ട് 1 and 2 ആയിട്ട് നോക്കും. ഹിന്ദിയിൽ രീതികാൽ പാർട്ട് 1 ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡേ 6 നമ്മൾ ജനറൽ പേപ്പറിൽ ജുഡീഷ്യറി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഹിന്ദിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രീതികാലിന്റെ പാർട്ട് 2 ആണ്. അങ്ങനെ പ്രോപ്പറായിട്ട് ഓരോ ഫോളോയിങ്ങിൽ പാർട്ടായിട്ട് നമ്മൾ ഓരോ ദിവസവും കുറച്ച് പോർഷൻസ് വീതം പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പോർഷൻസ് നമുക്ക് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 6 days കഴിയുമ്പോൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഡേ 7 നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് 60 ദിവസത്തെ ആ ഒരു ചാർട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ചാർട്ട് അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു എക്സാമിന്റെ ഡേറ്റിന്റെ അന്ന് വരെയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തുന്നത്. ആ ഒരു പ്രോപ്പർ പാത്തിലൂടെ പോയാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് JLT എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. JLT ഹിന്ദിയുടെ എക്സാം ഡേറ്റ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം. ഒക്ടോബർ 1-നാണ്. ഓഗസ്റ്റ് 11 വരെ കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ ഇനിയും നമുക്ക് JLT ക്രാക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ എന്ത് ചെയ്യുക? കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും, എക്സാമിന്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബോർഡ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കർ എത്തുന്നതായിരിക്കും. താങ്ക് യു.